രാജു, ഭാര്യ മാത്രമല്ല, ഒരു കുട്ടിയുണ്ട് അവന്. ഇവരുടെ ഷേപ്പാ ആ കുഞ്ഞിന്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിനക്കും നിന്റെ മകൾക്കും മരുമകനും ഈ ജന്മത്ത് ഞാൻ സമാധാനം തരില്ല. ഈ സംയുക്തയെ നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. ബാക്കി പിന്നീട്. ആ സംയുക്ത, പത്മിജി വർമ്മസാറും അംബികയും കൂടെ ഇങ്ങോട്ട് വന്നിരുന്നു. എന്നിട്ട് എന്തായി? എന്റെ പിറന്നാളാണെന്ന് ഒരു കള്ളം പറഞ്ഞ വർമ്മസാറിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. സാറ് വെറും ഒരു പാവ. പ്രതാപേട്ടൻ പാവം ആയതുകൊണ്ടാണല്ലോ ഇവളുടെ തടവറയിൽ ജീവിക്കുന്നത്. എന്തായാലും ഞാൻ നാളെ ഹൈദരാബാദിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഇനി അവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. നന്നായി. ഞാൻ അവിടെ തൊട്ട് ശ്രദ്ധിക്കുന്ന ചേച്ചിയെ. ചേച്ചിക്ക് എന്തു പറ്റി? വല്ലാതെ റെസ്റ്റ്ലെസ് ആണല്ലോ. എന്താ കാര്യം? ഏയ്, നിനക്ക് വെറുതെ തോന്നിയതാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്കിട്ട് പിള്ളേരെന്തോ പണി കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഓ നടക്ക്. അത് ശരി. ഈ അജ്ഞാത ജീവി എവിടെ നിന്ന് കിട്ടി? ഈ അജ്ഞാത ജീവി കോഴികളൊക്കെ പിടിച്ചു തിന്നുന്ന കാട്ടുമാക്കാനല്ലേ പ്രതാപേട്ട? ഇവനും കോഴിയൊക്കെ പിടിച്ചടക്കുന്ന ഒരു കാട്ടുമാക്കാനാ. എത്ര ദിവസമായി ഞാൻ ഇവനെ നേരിട്ടൊന്ന് കണ്ടിട്ട്. അച്ഛനിവനെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അതാ ഒരു മാളത്തിൽ പോയി ഇവനെ പൊക്കിയത്. ഇവനിപ്പോ മാളത്തിലാണോ താമസം? കാട്ടുപന്നിയെ പോലെ. നീ അങ്ങ് വെളുത്ത് ചോന്ന് തുടുത്തലോടാ നീ. ഇലക്ഷനുള്ള കള്ളപ്പണം മുഴുവൻ ആനന്ദമിള്ള ഇറക്കിയില്ലേ? അയാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കാഴ്ച ഇത്. മുഴുത്ത പൊട്ടടിയായിരുന്നു. നിങ്ങൾ എന്തിനാ കള്ളപ്പുള്ളികളെ പിടിച്ചോണ്ട് വരുന്ന പോലെ എന്നെ കൊണ്ട് കൊണ്ടുവന്നേ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറ, എനിക്ക് പോണം. ധൃതി വയ്ക്കാതെടാ മോനെ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? നിന്റെ കാര്യം പ്രതാപൻ തീരുമാനിക്കും. അല്ല, ഇവനാ അനന്തം പിള്ളയുടെ മകളെ കെട്ടാൻ പോവാന്ന് കേട്ടു. ആ, ഇവനോ? അനന്തപിള്ളയുടെ മോളെയോ? ആ, അന്നവും വസ്ത്രവും അപ്പവും വീഞ്ഞും തരുന്ന കൈകളില് വീണ്ടും പണി കൊടുക്കുവാനോടാ? അനന്തപിള്ള അകത്താണെങ്കിലും അയാളൊരു ഭാഗ്യവാനാ. ഒരു ഒന്നൊന്നര മരുമകനെയല്ലേ അയാൾക്ക് കിട്ടാൻ പോകുന്നേ. അല്ല, അതെങ്ങനെ ശരിയാവും? നിലവില് ഇവനൊരു ഭാര്യയില്ലേ? രാജു, ഭാര്യ മാത്രമല്ല, ഒരു കുട്ടിയുണ്ട് അവന്. ഇവരുടെ ഷേപ്പാ ആ കുഞ്ഞിന്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അടിച്ച് ഞാൻ പല്ലു കൊടിക്കും. ഇവന് അനന്തംപിള്ളയുടെ മകളെ കെട്ടാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഞങ്ങൾ ഇവനെ പൊക്കിയത്. നേരാണോടാ? നീ അമേരിക്കയിലേക്ക് പോകാൻ പോവാണോ? അതെ, അതേ വല്യമ്മാവ, എന്നെ വിട്ടേക്ക്.
ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അയ്യോ പാവം രാജു. ആ. മോളെ இந்த பயலு ஒரு அப்பாவிதா, இவனை விடலாமா? സാറ് சொல்லுங்க. ஆ? என்ன நான் சொல்றேன், இவனை വിടുന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെയും കുഞ്ഞിനെയും വഴിയാതരാക്കിയിട്ട് യവൻ അങ്ങനെ അമേരിക്കയിൽ പോയി വിലസണ്ട. അനന്തംപിള്ളയുടെ മോളെ കെട്ടുകയും വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ജനിച്ച കാലം മുതൽ എനിക്കിട്ടും ഞങ്ങൾക്കിട്ടും നിരന്തരം പണിയെന്നുകൊണ്ടിരിക്കുക. നിന്റെ അമ്മയ്ക്ക് നീ ഇപ്പൊ വലിയൊരു തലവേദനയാ. നീ ഞങ്ങൾക്കിട്ടും നാട്ടുകാർക്കിട്ടും ഒക്കെ ചെയ്ത കുറ്റങ്ങൾക്ക് ഒരു ശിക്ഷ കൂടിയേ തീരൂ. അതുകൊണ്ട് എന്റെ കോടതിയിൽ ജഡ്ജിയായ ഞാൻ കൂടുതൽ വിചാരങ്ങളോ വിസ്താരങ്ങളോ ഇല്ലാതെ നിന്നെ ശിക്ഷിക്കുന്നു. 1 മാസം നിനക്ക് വീട്ടുതടങ്കൽ. പിന്നെ ഈ വീട്ടുതടങ്കലിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ത് വ്യവസ്ഥകൾ? കോടതിയിൽ ചോദ്യം പാടില്ല, ജഡ്ജി പറയുന്ന അനുസരിച്ചാ മതി. വ്യവസ്ഥകൾ: ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കയറാൻ പാടില്ല, ടിവിയും കാണാൻ പാടില്ല. പിന്നെ പരിമിതമായ ആഹാരം, അതും വെജിറ്റേറിയൻ മാത്രം. പിന്നെ വെറുതെ അങ്ങനെ നിന്നാ പോരാ, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം. എന്ത് ജോലികൾ? ജോലികൾ എന്തൊക്കെയാണെന്ന് ഋതുമോൾ പറഞ്ഞുതരും. ആ ഋതുമോളല്ല, രാജു തീരുമാനിക്കും. ഇവന്റെ മുഖത്തേക്ക് നോക്കിയാലേ എനിക്ക് ഇവന്റെ കാരണം അടിച്ചു പൊളിക്കാൻ തോന്നും. എപ്പോഴും തല്ലിയ ഇവൻ സ്ട്രീറ്റ് ഡോഗിനെക്കാളും കഷ്ടായി പോവും. പറഞ്ഞതെല്ലാം അനുസരിച്ച് നിന്നാ നിനക്ക് അമേരിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ എവിടെ വെച്ചാ പോവാ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നീ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ നീ അനുഭവിക്കണം. പ്രതാപന ഇവിടുത്തെ സുപ്രീം കോടതി. അതിനപ്പുറം വേറെ അപ്പീലൊന്നുമില്ല. ഏയ് അമ്മായി നിക്ക് നിക്ക്. ഒരു പണി ഇങ്ങോട്ട് തരുമ്പോ നിങ്ങൾ ആലോചിക്കണം, 9 പണി ഞാൻ തിരിച്ചു തരുമെന്ന്. കേട്ടോ അംബികെ?